തേനീച്ചകൾ പണി നിർത്തിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വീടിന് ചുറ്റും പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പാറി നടക്കുന്ന ആ ചെറിയ തേനീച്ചകളെ കാണുമ്പോൾ അവ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞു, ഭൂമിയിൽ നിന്നും തേനീച്ചകൾ അപ്രത്യക്ഷമായാൽ മനുഷ്യരാശിക്ക് പിന്നെ വെറും 4 വർഷത്തെ ആയുസ് മാത്രമേ ബാക്കിയുണ്ടാകൂ എന്ന്. ഇതൊരു അതിശയോക്തിയായി തോന്നാം, പക്ഷേ പ്രകൃതിയിലെ ഏറ്റവും സങ്കീർണമായ ഒരു ശൃംഖലയുടെ തകർച്ചയെക്കുറിച്ചുള്ള ഗൗരവമേറിയ മുന്നറിയിപ്പാണിത്. നമ്മുടെ ലോകത്തിലെ ഭക്ഷ്യവിളകളിൽ 10ൽ 9 കൃഷി ചെയ്യുന്നത് തേനീച്ചകളുടെ സഹായത്തോടെയാണ്. ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരത്തിൽ 3ൽ 1 പങ്കും ഈ കൊച്ചു ജീവികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. കേവലം തേൻ തരുന്ന ഒരു ജീവി എന്നതിലുപരി ജീവജാലങ്ങളുടെ നിലനിൽപ്പിന്റെ ചക്രം കറക്കുന്നവരാണിവർ. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, ഒരു പ്രഭാതത്തിൽ ഉണരുമ്പോൾ ലോകത്തെ തേനീച്ചകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് കരുതുക. ആദ്യത്തെ കുറച്ചു മാസങ്ങൾ നമുക്ക് വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടില്ലായിരിക്കും. എന്നാൽ പതുക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫുകൾ ശൂന്യമായി തുടങ്ങും. തേനീച്ചകൾ പൂമ്പൊടി വിതരണം അഥവാ പോളിനേഷൻ നടത്താത്തതുകൊണ്ട് ആപ്പിൾ, ബദാം, സ്ട്രോബെറി, കാപ്പി, തക്കാളി തുടങ്ങിയ 100 കണക്കിന് വിളകൾ കായ്ക്കാതെയാകും. ഭക്ഷ്യക്ഷാമം തുടങ്ങുന്നത് അവിടെ നിന്നുമാണ്. വെറും പഴങ്ങൾ മാത്രമല്ല, പശുക്കളും ആടുകളും ഭക്ഷണമാക്കുന്ന ആൽഫാൽഫ പോലുള്ള പുൽവർഗ്ഗങ്ങൾ പോലും ഇല്ലാതാകുന്നതോടെ പാൽ, ഇറച്ചി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വൻ ക്ഷാമം നേരിടും. തേനീച്ചകളുടെ വംശനാശം കേവലം ഭക്ഷണത്തിന്റെ പ്രശ്നം മാത്രമല്ല, ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ തകർച്ചയ്ക്ക് ഇത് കാരണമാകും. ലക്ഷക്കണക്കിന് കർഷകർ തൊഴിൽ രഹിതരാവുകയും പട്ടിണി ലോകത്തെ വരിഞ്ഞു മുറുക്കുകയും ചെയ്യും. ഇതിനൊക്കെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതിയിലെ ജൈവ വൈവിധ്യം തകരുന്നതിനെ കുറിച്ചാണ്. കാട്ടുപൂക്കളും സസ്യങ്ങളും നശിക്കുന്നതോടെ വനങ്ങളിൽ ആഹാരം കുറയും. അത് മറ്റു ജീവജാലങ്ങളുടെ വംശനാശത്തിന് വഴിവെക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് തേനീച്ചകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ശാസ്ത്രലോകം ഇതിനെ കോളനി കൊളാപ്സ് ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം പൂക്കൾ വിരിയുന്ന സമയങ്ങളിൽ മാറ്റം വരുന്നു. കൂടാതെ മോണോകൾച്ചർ അഥവാ ഒരു പ്രദേശം മുഴുവൻ ഒരേതരം കൃഷികൾ ചെയ്യുന്നത് വഴി തേനീച്ചകൾക്ക് ആവശ്യമായ വ്യത്യസ്ത പോഷകങ്ങൾ ലഭിക്കാതെ വരുന്നു. ഇതിനോടൊപ്പം വെറോവമൈറ്റുകളെ പോലുള്ള സൂക്ഷ്മജീവികളുടെ ആക്രമണം കൂടിയാകുമ്പോൾ തേനീച്ചക്കൂട്ടങ്ങൾ മൊത്തമായി തകർന്നു പോകുന്നു. നമ്മൾ കാണുന്ന ഈ ചെറിയ പറക്കുന്ന ജീവികൾ വാസ്തവത്തിൽ ഒരു വലിയ എഞ്ചിൻ ഗിയറുകൾ പോലെയാണ്. ആ ഗിയർ നിലച്ചാൽ ഈ ലോകം തന്നെ നിശ്ചലമാകും. മനുഷ്യൻ ഇന്ന് ഡ്രോണുകൾ ഉപയോഗിച്ചും മറ്റും കൃത്രിമമായി പരാഗണം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കോടിക്കണക്കിന് തേനീച്ചകൾ പ്രതിഫലമില്ലാതെ ചെയ്യുന്ന ആ ജോലി പകരം വെക്കാൻ ഒരു സാങ്കേതിക വിദ്യയ്ക്കും കഴിയില്ല എന്നതാണ് സത്യം. വരും തലമുറയ്ക്കായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഈ കൊച്ചു ജീവികളെ സംരക്ഷിക്കുക എന്നതാണ്. അനാവശ്യമായിട്ട് മരങ്ങളും ചെടികളും ഒന്നും വെട്ടി നശിപ്പിക്കാതെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കണം. കാരണം പ്രകൃതിയുടെ ഈ കൊച്ചു എഞ്ചിനീയർമാർ ഇല്ലാതെയായാൽ പിന്നെ നമ്മളും ഉണ്ടാവില്ല, വരും തലമുറയും ഉണ്ടാവില്ല. അപ്പോൾ വരും തലമുറയുടെ പ്ലേറ്റിൽ ആഹാരം ഉണ്ടാകണോ എന്ന് തീരുമാനിക്കുന്നത് ഇന്നത്തെ നമ്മുടെ കരുതലാണ്.